Greetings to you, all of you, in the glorious name of our Lord and Savior Jesus Christ, who is coming very soon. എല്ലാ മാന്യ കേൾവിക്കാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ചെങ്ങന്നൂരിന്ന് അറിയിക്കുന്നു. ബിക്കോസ് ഇന്ന് അല്പസമയം ലേറ്റായിപ്പോയി, കാരണം ലൈറ്റ് കട്ടിംഗ് ഉണ്ടായി. അതുകൊണ്ടാണ്. ലാസ്റ്റ് വീക്ക് we have been discussing about Revelation chapter 1 to 15 verses, 16 verses. Today we will be discussing about words 17 to 20. That means I hope that today we will close chapter 1 if possible. When John the Apostle, he had the great manifestation or revelation from Jesus Christ about Lord Jesus itself. യേശു കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ യോഹന്നാൻ കണ്ടതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. 17-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെയായി, അവന്റെ കാൽക്കൽ വീണു. John the Apostle, when he has seen the glorious Jesus Christ, glorious Son of Man, he himself fell down like a died person. മരിച്ചവനെ പോലെ യോഹന്നാൻ അപ്പോസ്തലൻ യേശു കർത്താവിനെ കണ്ടപ്പോൾ അവന്റെ കാൽക്കൽ വീണു. അതാണ് 17-ാം വാക്യത്തിൽ പറയുന്നത്, അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ച്, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ശ്രദ്ധിക്കുക, യേശു കർത്താവിന്റെ മഹത്വ രൂപം യോഹന്നാൻ കണ്ടപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ മരിച്ചവനെ പോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാദപീഠത്തിങ്കൽ വീഴുന്നു. ഞാൻ മരിച്ചവനെ പോലെ ആയി എന്നാണ് യോഹന്നാൻ പറയുന്നത്. എന്നാൽ യേശു കർത്താവ് യോഹന്നാനെ യേശു തന്റെ വലങ്കൈ നീട്ടി യോഹന്നാനെ തൊട്ടു. എന്നുവെച്ചാൽ അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. ഫിയർ നോട്ട്, ഐ ആം ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ലീവ്സ് എവർ മോർ. ഇതാണ് യേശുവിന്റെ സ്റ്റേറ്റ്മെന്റ്. യോഹന്നാൻ മരിച്ചവനെ പോലെ യേശു കർത്താവിനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ വീണു. അവനവന്റെ കാൽക്കൽ വീഴുക മരിച്ചവനെ പോലെ. അങ്ങനെ വീണ് കഴിഞ്ഞപ്പോ യേശു കർത്താവ് യേശുവിന്റെ വലങ്കൈ നീട്ടി യോഹന്നാനെ തൊട്ടിട്ട് അവനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ശ്രദ്ധിക്കുക, യേശു കർത്താവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റാണ് ഞാൻ പറയുന്നത്. ഫിയർ നോട്ട്, ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ലീവ്സ് എവർ മോർ. ആദ്യനും അന്ത്യനും എന്നേക്കും ജീവിച്ചിരിക്കുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തു. അതിനാണ് 1-ാം അധ്യായത്തിൽ തന്നെ 2 ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി.
നിത്യത മുതൽ നിത്യത വരെയുള്ള യേശു കർത്താവിന്റെ പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത്. അതുകൊണ്ട് യോഹന്നാൻ യേശു കർത്താവിനെ കണ്ടപ്പോൾ, യേശു കർത്താവിന്റെ മഹത്വ രൂപത്തിൽ യേശു കർത്താവിനെ കണ്ടപ്പോൾ യോഹന്നാൻ മരിച്ചവനെ പോലെ യേശു കർത്താവിന്റെ പാദപീഠത്തിൽ വീണു കഴിയുമ്പോൾ ഈ യോഹന്നാനെ യേശു തന്റെ വലം കൈ കൊണ്ട് തൊട്ട് അവനോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ശ്രദ്ധിക്കുക, യോഹന്നാൻ മരിച്ചവനെ പോലെ യേശുവിന്റെ കാൽക്കൽ വീണപ്പോൾ യേശു കർത്താവ് തന്റെ വലങ്കരം നീട്ടി യോഹന്നാനെ തൊട്ടിട്ട് അവനോട് പറയുന്നു, ഞാൻ ആദ്യനാണ്, ഞാൻ അന്ത്യനാണ്, ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. അതിന്റെ അർത്ഥം യോഹന്നാനോട് പറഞ്ഞത്, ഫിയർ നോട്ട്, ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ലീവ്സ് എവർമോർ. ഇവിടെയും ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇപ്രകാരമാണ്, ഐ ആം ദി ആൽഫ ആൻഡ് ദ ഒമേഗ ആൻഡ് ലീവ്സ് എവർമോർ എന്ന് പറഞ്ഞാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായ യേശു കർത്താവ്, എന്നേക്കും നിത്യത മുതൽ നിത്യത വരെ നിത്യനായി വസിക്കുന്ന ദൈവപുത്രൻ, ദി ഓമനിപൊട്ടന്റ് ആൻഡ് ഒമിനീഷ്യന്റ് ആൻഡ് ഒമിനിസൻസ് സൺ ഓഫ് ഗോഡ് എന്നുകൂടെ ഞാൻ പറയുന്നു. നിത്യത മുതൽ നിത്യത വരെ നിലനിൽക്കുന്നവൻ, ഇത് ഒമിനിപൊട്ടന്റ്, ഒമിനീഷ്യന്റ് ആൻഡ് ഒമിനിസൻസ്, ത്രികാലങ്ങളിൽ ഒരുപോലെ തികഞ്ഞു നിൽക്കുന്ന ഒരു ചരിത്ര പുരുഷനായ യേശുവിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഇത് ഒമിനിപൊട്ടന്റ് ഗോഡ്, സർവശക്തനായ ദൈവം. ഇത് ഒമിനീഷ്യൻ ഗോഡ്, എല്ലാം അറിയുന്നവനായ ദൈവം. ഇത് ഒമിനിസൻസ്, സകലതും അറിയുന്നവൻ, എന്നേക്കുമായി ജീവിച്ചിരിക്കുന്ന ദൈവപുത്രനെ കുറിച്ച് യേശു കർത്താവ് തന്നെ യോഹന്നാനോട് പറയുന്നു, ഐ ആം ദി ആൽഫ, ഐ ആം ദി ഒമേഗ ആൻഡ് ഹൂ ലീവ്സ് എവർമോർ. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിനെ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ യോഹന്നാൻ യേശുവിന്റെ പാദപീഠത്തിൽ വീഴുന്നു. അപ്പോഴാണ് യേശു തന്റെ വലങ്കരം നീട്ടി യോഹന്നാനെ തൊടുന്നതും അവനോട് പറയുന്നത്, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റ് കേൾക്കുക, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ആ വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷിലൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വേർഡാണ്. അതിങ്ങനെയാണ് പറയുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. I am he that lives and was dead, and behold, I am alive forevermore. Amen. And I have the keys of hell and of death. മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ശ്രദ്ധിക്കുക, യേശു കർത്താവ് കണ്ടപ്പോ തന്റെ മഹത്വ രൂപത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ യേശുവിനെ ദർശിച്ചപ്പോ യോഹന്നാൻ അപ്പോസ്തലൻ മരിച്ചവനെ പോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാദത്തിൽ വീഴുന്നു. അഥവാ യോഹന്നാന് വെളിപ്പെട്ട മനുഷ്യപുത്രനായവന്റെ പാദപീഠത്തിൽ വീഴുന്നു. അല്പം കൂടെ ക്ലിയർ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. ഒരു മനുഷ്യപുത്രനെയാണ് യോഹന്നാൻ കാണുന്നത്. 7 പൊൻനില വിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി മനുഷ്യപുത്രനെ പോലെ ഒരുവനെ ഞാൻ കണ്ടു. ഇതാ യോഹന്നാൻ പറയുന്നത്. അപ്പോ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, ഈ 7 പൊൻവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന 7 നക്ഷത്രങ്ങൾ വലം കൈയിൽ പിടിച്ചുകൊണ്ട് നടക്കുന്ന യേശുവിന്റെ രൂപത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം യോഹന്നാൻ അവിടെ പറയുകയാണ്, ഞാൻ മരിച്ചവനെ പോലെ അവന്റെ പാദപീഠത്തിൽ വീണു എന്ന് പറഞ്ഞാൽ
ആ സമയത്ത് യഥാർത്ഥമായ ദൈവപുത്രന്റെ മനുഷ്യപുത്രന്റെ രൂപം യോഹന്നാൻ ദർശിക്കേണ്ടത് പോലെ ദർശിച്ചപ്പോ യോഹന്നാൻ അപ്പോസ്തലൻ മരിച്ചവനെ പോലെ യേശു കർത്താവിന്റെ പാദപീഠത്തിൽ വീഴുന്നു. എന്നുവെച്ച് യേശു അവനെ തൊട്ടു. യോഹന്നാനെ തൊട്ടിട്ട് യോഹന്നാനോട് പറയുന്നു, ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഹൂ ലിവ്സ് എവർ മോർ. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ഐ ആം ദ ലാസ്റ്റ് ഹൂ ലിവ്സ് എവർ മോർ. എന്നേക്കും ഞാൻ ആദ്യനും അന്ത്യനും എന്നേക്കും ജീവിച്ചിരിക്കുന്നവനുമാകുന്നു എന്ന അർത്ഥമാണ് വരേണ്ടത്. എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവൻ ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു എന്നാണ് മലയാളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയത്ത് ഇംഗ്ലീഷിലേക്ക് നമ്മൾ തിരിഞ്ഞു വായിക്കുമ്പോൾ ഐ ആം ദി ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഹൂ ലിവ്സ് എവർ മോർ. എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ. അടുത്ത വാക്യത്തിൽ യേശു യോഹന്നാനോട് പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, ഐ ആം ദ ഫസ്റ്റ്, ഐ ആം ദ ലാസ്റ്റ് ആൻഡ് ഹു ലിവ്സ് ഫോർ എവർ മോർ. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അത് കഴിഞ്ഞ് പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. That means I was dead and now lives forever evermore. ഒരിക്കലും മരണത്തിന് യേശുവിനെ കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത വിധം യേശു മരിച്ചവരിൽ നിന്ന് ആദ്യജാതനായി ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. അത് യുവജനത്തിലെ ഒരു വലിയ അരുളപ്പാടാണ്. യേശു ആദ്യജാതനായി മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. യേശു കർത്താവിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, അവൻ മരിച്ചവരിൽ ആദ്യജാതൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മരിച്ചവരിൽ ആദ്യജാതനും. യോഹന്നാനും ഇതെടുത്ത് പറഞ്ഞിട്ടുണ്ട്. മരിച്ചവരിൽ ആദ്യജാതനും ഭൂരാജാക്കന്മാർക്ക് അധിപതിയുമായ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് വന്ദനമെന്ന് പറഞ്ഞാണ് ഈ പ്രവചനത്തിന്റെ ആരംഭവാക്കുകൾ തുടങ്ങുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, യേശു ക്രിസ്തു മരിച്ചവരിൽ ആദ്യജാതൻ, ഇത് ഫസ്റ്റ് ബിഗോട്ടൺ ഫ്രം ദ ഡെഡ്. ഞാനത് നമ്മുടെ ആരംഭ ക്ലാസ്സുകളിൽ ഓർപ്പിച്ചതാണ്. അതുകൊണ്ട് ആ ഭാഗത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇവിടെ യേശു യോഹന്നാൻ മരിച്ചവനെ പോലെ യേശുവിന്റെ പാദത്തിൽ വീണപ്പോ യോഹന്നാൻ അപ്പോസ്തലനെ യേശു തൊട്ടിട്ട് അവന്റെ വലങ്കരം നീട്ടി അവനെ തൊട്ടിട്ട് അവനോട് പറഞ്ഞു, ഫിയർ നോട്ട്, ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ആൻഡ് ഹൂ ലിവ്സ് ഫോർ എവർ മോർ. ഞാൻ ആദ്യനും അന്ത്യനും എന്നേക്കും ജീവിച്ചിരിക്കുന്നവനുമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ പിന്നെ യേശു പറയുകയാണ്, ഞാൻ മരിച്ചവനായിരുന്നു. ആ വാക്യം 18-ാം വാക്യം കൂടെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം നിങ്ങളുടെ അറിവിലേക്ക്. ഇംഗ്ലീഷില് വൺസ് മോർ ഐ എം റീഡിംഗ്. ഐ ആം ഹി ദാറ്റ് ലീവ്സ് ആൻഡ് വാസ് ഡെഡ് ആൻഡ് ബിഹോൾഡ് ഐ ആം അലൈവ് ഫോർ എവർ മോർ. ആമേൻ. ഐ ഹാവ് ദ കീസ് ഓഫ് ഹെൽ ആൻഡ് ഓഫ് ഡെത്ത്. ഇവിടെ യേശു പറയുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. എന്നുവെച്ച് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അപ്പൊ ശ്രദ്ധിക്കണേ, യേശു കർത്താവിന്റെ കരയിൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുണ്ട്. അതുപോലെ തന്നെ യേശുവിന്റെ കയ്യിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോലുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അതിന് തെളിവുണ്ടോ എന്ന്? ഉണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ അതിന്റെ 19, 16 മുതൽ 19, 20 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ അവനെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഭാഗം അവിടെ വായിക്കുന്നത്. യേശു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? അപ്പോ 2 കാര്യം ചോദിച്ചു. ഒന്ന്, ജനം എന്നെ ആരെന്ന് പറയുന്നു? അപ്പൊ ശിഷ്യന്മാർ ഇങ്ങനെ പറഞ്ഞു,
ചിലർ നീ പ്രവാചകന്മാരിൽ ഒരുവനാണെന്നും ചിലർ നീ ഏലിയാവാണെന്നും പറയുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ യേശു പത്രോസിനോട് എടുത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? ഉടനെ പത്രോസ് ഒരു ആൻസർ പറഞ്ഞു, യു ആർ ദ സൺ ഓഫ് ഗോഡ് മോസ്റ്റ് ഹൈ. യു ആർ ദ സൺ ഓഫ് ഗോഡ് മോസ്റ്റ് ഹൈ. അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു എന്ന് പത്രോസ് ഏറ്റു പറഞ്ഞു. ശ്രദ്ധിക്കണം. അപ്പോഴാണ് യേശു തന്റെ ശിഷ്യന്മാരോട് പറയുന്നത്, പത്രോസിനോട് പറയുന്നത്, പത്രോസേ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, എന്റെ പിതാവത്രേ എന്ന് പറഞ്ഞേച്ച് പറയുന്നു. യു ആർ പീറ്റർ ആൻഡ് ഓൺ ദിസ് റോക്ക് ഐ ഷാൽ ബിൽഡ് മൈ ചർച്ച്. The gates of heaven, gates of hell cannot prevail it. യേശു പറയുന്നത്, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് പറഞ്ഞ് പത്രോസിനോട് യേശു പറയുകയാണ്, ഐ ഷാൽ ഗിവ് യു ദ കീസ് ഓഫ് ദി കിങ്ഡം ഓഫ് ഹെവൻ. പത്രോസിനോട് യേശു പറയുന്നു, ഐ ഷാൽ ഗിവ് യു ദ കീസ് ഓഫ് ദി കിങ്ഡം ഓഫ് ഹെവൻ. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു. അപ്പോ യേശുവിന്റെ കരങ്ങളിൽ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുണ്ട്. യേശുവിന്റെ കരങ്ങളിൽ അഗാധകൂപത്തിന്റെ താക്കോലുണ്ട്. യേശുവിന്റെ കരങ്ങളിൽ 7 മുദ്രകളെ തുറക്കുവാൻ ശക്തമായ ഒരു താക്കോലുണ്ട്. യേശുവിന്റെ കരങ്ങളിൽ ഈ ലോകത്തിന് ന്യായവിധിയെ തുറന്നു വിടുവാൻ ശക്തമായ ഒരു താക്കോലുണ്ട്. യേശുവിന്റെ കരങ്ങളിൽ അഗാധകൂപത്തെ ബന്ധിക്കാൻ താക്കോലുണ്ട്. അപ്പൊ ചിന്തിക്കണേ, യേശു കർത്താവ് പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അന്നേ യേശു പറയുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. അതിന്റെ അർത്ഥം യേശു മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തോൽപ്പിച്ചു. അതിനും തെളിവുണ്ട്. എബ്രായ ലേഖനം 2:15 നാം ഇങ്ങനെ വായിക്കുന്നു, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണപര്യന്തം ജീവപര്യന്തം മരണത്തിന് അടിമയായിരുന്നവരെ വിടുവിച്ചു. ശ്രദ്ധിക്കുക, മരണത്തിന്റെ അധികാരിയായ പിശാച്. അപ്പോ മരണത്തിന്റെ അധികാരി പിശാചാണ്. ആ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ യേശു തന്റെ മരണത്താൽ തോൽപ്പിച്ചു. എന്നിട്ട് ജീവപര്യന്തം മരണത്തിനടിമയായിരുന്ന തന്റെ ആടുകളെ തന്റെ വലിയൊരു രക്തം കൊടുത്ത് കാൽവറി ക്രൂശിന്റെ മേൽ അവൻ യാഗമായി തീർന്ന് മരണത്തിന്റെ മേൽ ജയമെടുത്ത് അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. This is the reality of resurrection from the dead. This is the reality of the victory over death. This is the reality of victory over Satan, victory over hell and victory over death. മരണത്തിന്റെയും പാതാളത്തിന്റെയും അധികാരിയായ സാത്താന്റെ മേൽ അധികാരം കൊണ്ടുകൊണ്ട് മരണത്തിന്റെ മേൽ ജയം വരിച്ച് ക്രിസ്തു 3-ാം നാൾ തന്റെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാനിടയായി. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഞാൻ മരിച്ചവനായിരുന്നു. ഐ വാസ് ഡെഡ് ആൻഡ് നൗ I am alive forever and I hold the keys of death and of hell. ശ്രദ്ധിക്കുക, യേശു പറയുകയാണ്, I was dead and now lives evermore and I hold the keys of heaven, keys of hell and of death. 2 കാര്യം അവിടെ എടുത്തു പറഞ്ഞു. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ
എന്റെ കൈവശമുണ്ട്. അപ്പോ യേശു മരിച്ചവനായിരുന്നു. ഐ വാസ് ഡെഡ്. കറക്റ്റ്ലി യേശുവിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെയാണിത്. ഐ വാസ് ഡെഡ് ആൻഡ് നൗ ലീവ്സ് എവർമോർ ആൻഡ് ഐ ഹോൾഡ് ദ കീസ് ഓഫ് ഹെൽ ആൻഡ് ഓഫ് ഡെത്ത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കുക, യേശു മരിച്ചവനായിരുന്നു. He says that I was dead and now lives evermore and I hold the keys of hell and death. അപ്പോ അവിടെ ദൈവവചനത്തിൽ വ്യക്തമായി കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു, I was dead. ഞാൻ മരിച്ചവൻ ആയിരുന്നു. ബട്ട് നൗ ലീവ്സ് എവർമോർ. എന്നാൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. That means nobody can defeat this resurrection power. മരണത്തിന്റെ അധികാരിയായിരുന്ന the power of death എന്നാണ് ഇംഗ്ലീഷിൽ എബ്രായ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത്. ദ പവർ ഓഫ് ഡെത്ത്. ആ പവർ ഓഫ് ഡെത്തിനെ, മരണത്തിന്റെ അധികാരി ആയിരുന്ന സാത്താനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണത്തിനടിമയായിരുന്നവരെ, തന്റെ മക്കളെ, തന്റെ രക്തത്താൽ വിടുവിക്കപ്പെടുന്നവരെ, തന്റെ പ്രിയപ്പെട്ട മണവാട്ടി സഭയെ തന്റെ മരണം കൊണ്ട് അവരുടെ മരണത്തെ നീക്കി സാത്താന്റെ അധികാരത്തെ കീഴ്പ്പെടുത്തി കാൽവരിയുടെ കൊലമരത്തിൽ അവന്റെ തലയെ ചവിട്ടി അരച്ച് സാത്താന്റെ അധികാരങ്ങളുടെ മേൽ ജയമെടുത്തുകൊണ്ട് യേശു കർത്താവ് മരണത്തിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ടാണ് ഇവിടെ യോഹന്നാനോട് യേശു പറയുന്നത്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു. എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, മലയാളത്തിലെ ഭാഗം ഒരിക്കൽ കൂടെ പറയുന്നു, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഇപ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞാണ് പറഞ്ഞത്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. ഇത് കീസ് ഓഫ് ഹെയ്റ്റ്സ് ആൻഡ് ഡെത്ത്. ഈ കീസ് ഓഫ് ഹെൽ ആൻഡ് ഡെത്ത്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശു കർത്താവിന്റെ കരങ്ങളിലുണ്ട്. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. അത് 2ാമത്തെ മരണമെന്ന് വെളിപ്പാട് 20-ാം അധ്യായത്തിൽ ഒരു ഭാഗം വായിക്കുന്നുണ്ട്. അപ്പോ മരണത്തിനെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അത് 2ാമത്തെ മരണം. അപ്പോ അഗാധ ഭൂപത്തിന്റെ താക്കോൽ, ദ കീസ് ഓഫ് ദി ബോട്ടംലെസ് പിറ്റ്. 9-ാം അധ്യായ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ദ കീസ് ഓഫ് ദി ബോട്ടംലെസ് പിറ്റ്. അഗാധ കൂപം തുറക്കും. 9-ാം അധ്യായത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ഡീറ്റെയിലി we will think about that. Detailly we will discuss about that. The keys of the bottomless pit എന്ന് പറയുന്ന ഭാഗം we will discuss in detail when we reach chapter 9. Okay? ഇവിടെ യേശു പറഞ്ഞത്, I hold the keys of the hell and death. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു പത്രോസിനോട് പറഞ്ഞു, I shall give you the keys of the kingdom of heaven. I shall give you the keys of the kingdom of heaven. ദൈവരാജ്യത്തിന്റെ
സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. എന്നുവെച്ച് പറയുന്നു, നീ ഭൂമിയിൽ എന്ത് കെട്ടിയാലും അത് കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ എന്തഴിച്ചാലും അത് അഴിക്കപ്പെട്ടിരിക്കും. Whatsoever you shall bind on earth, and it shall be bind on heaven. What shall you loose on earth, and it shall be loosed in heaven. നീ ഭൂമിയിൽ എന്ത് കെട്ടിയാലും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ എന്തഴിച്ചാലും സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. I shall give you the keys of the kingdom of heaven. അപ്പൊ യേശു കർത്താവിന്റെ കയ്യിൽ സ്വർഗരാജ്യത്തിന്റെ താക്കോലുണ്ട്. യേശു കർത്താവിന്റെ കയ്യിൽ പാതാളത്തിന്റെയും മരണത്തിന്റെയും താക്കോലുണ്ട്. യേശു കർത്താവിന്റെ കയ്യിൽ അഗാധഭൂപത്തിന്റെ താക്കോലുണ്ട്. ചിന്തിക്കണേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ നിശ്ചിത്യമായ, ഒരിക്കലും ആർക്കും വാങ്ങിച്ചെടുക്കുവാൻ കഴിയാത്ത അതിശക്തമായ ചില താക്കോലുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ആദ്യം യേശു മത്തായി 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ ശിഷ്യന്മാരുമായി സംസാരിക്കുമ്പോൾ പത്രോസിനോട് പറയുന്നു, when Patros declared that you are the son of God, the most high, നീ ദൈവപുത്രനായ മശിഹ ആകുന്നെന്ന് പത്രോസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ പത്രോസിനോട് പറയുന്ന ഒരു ഭാഗമാണ്, I shall give you the keys of the kingdom of heaven. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഓക്കെ, അന്നേച്ച് പത്രോസിനോട് പറഞ്ഞു, വാട്ട് എവർ യു ബൈൻഡ് ഇൻ എർത്ത് ഷാൽ ബി ബൈൻഡ് ഇൻ ഹെവൻ, വാട്ട് എവർ യു ലൂസ് ഇൻ എർത്ത് ആൻഡ് ഷാൽ ബി ലൂസൺഡ് ഇൻ ഹെവൻ. നീ ഭൂമിയിൽ എന്ത് കെട്ടിയാലും അത് കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ എന്തഴിച്ചാലും അത് അഴിക്കപ്പെട്ടിരിക്കും എന്ന് കർത്താവ് പത്രോസിനോട് പറഞ്ഞ അധികാരത്തിന്റെ താക്കോൽ. അതുപോലെ തന്നെ ലൂക്കോസിൽ കർത്താവ് പറയുന്നുണ്ട്, 70 സഹോദരന്മാരെ കർത്താവ് ശുശ്രൂഷയ്ക്കായി അയച്ചു. എന്നുവെച്ച് അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, സാത്താന്റെ മേലും സാത്താന്റെ സകലവിധ അധികാരങ്ങളുടെ മേലും ചവിട്ടുവാൻ ഞാൻ നിനക്ക് അധികാരം തന്നിരിക്കുന്നു. ശ്രദ്ധിക്കണേ, മരണത്തിന്റെ അധികാരിയുണ്ട്. Satan is the power of death. He has the authority over death. Who? Satan. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. Because Satan has the power over death. അതിന്റെ മരണത്തിന്റെ അധികാരി ആയ പിശാചിനെ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട് ലേഖനത്തിൽ. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണത്തിനടിമകളായിരുന്നവരെ ഒക്കെയും കർത്താവ് വിടുവിച്ചു. അപ്പോ മരണത്തിന്റെ അധികാരി ഒരുവനുണ്ട്, അവനാണ് പിശാച്. കൊരിന്ത്യർ ലേഖനത്തിൽ പൗലോസ് പറയുന്ന ഒരു ഭാഗം നമ്മൾ വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. ഹേ മരണമേ, നിന്റെ ജയമെവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ള എവിടെ? ഉയർപ്പിനെ കുറിച്ച്, മർത്യതയെക്കുറിച്ചും അമർത്യതയെക്കുറിച്ചും ബലഹീനതയെക്കുറിച്ചും ശക്തിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞേച്ച് പൗലോസ് തന്റെ വാക്കുകളോട് അവസാനിക്കുമ്പോ 15-ാം അധ്യായത്തിന്റെ 55-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ? ശ്രദ്ധിക്കണേ, ഞാനത് മലയാളത്തില് അതിന്റെ കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ ലേഖനം 15-ന്റെ 55-ഉം 56-ഉം വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാനത് വായിച്ചു കേൾപ്പിക്കാം. 1 Corinthians chapter 15 അതിന്റെ 54 മുതൽ, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മധ്യമായത് അമർത്യത്തെയും ധരിക്കുമ്പോൾ, പിന്നെ ഒരു കൊട്ടേഷനാണ്, ഒരു ഇൻവേർട്ടഡ് കോമയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നെഴുതിയ വചനം നിവൃത്തിയാകും. ഇത് പഴയ നിയമത്തിലെ ഒരു കൊട്ടേഷനാണ്.
ഹോശേയയുടെ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തെ കോട്ടിയിരിക്കുകയാണ് അപ്പോസ്തലൻ പൗലോസ്. ഈ മർത്യമായത് അമർത്യമായതിനെയും ഈ ദ്രവത്വമായത് അദ്രവത്വത്തെയും ധരിക്കുമ്പോൾ, മർത്യമായത് അമർത്യത്തെ ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിവൃത്തിയാകും. അന്നേച്ചൊരു ചോദ്യം, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. ശ്രദ്ധിക്കണേ, ഇവിടെ പറയുക, ഹേ മരണമേ, ഹേ ഡെത്ത്, വേർ ഈസ് യുവർ വിക്ടറി? ഹേ ഡെത്ത്, വേർ ഈസ് യുവർ സ്റ്റിംഗ്? മരണമേ നിന്റെ ജയം എവിടെയാ? കാരണം ജീസസ് ഹാസ് ടേക്കൺ വിക്ടറി ഓവർ ദി പവർ ഓഫ് ഡെത്ത്. അതുകൊണ്ടാണ് ഇവിടെ പൗലോസ് ചോദിച്ചത്, ഹേ മരണമേ, ഹേ ഡെത്ത്, വേർ ഈസ് യുവർ വിക്ടറി? Because no one can take his victory over death. യേശു കർത്താവ് മരണത്തെയും പാതാളത്തെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് മരണത്തിൽ നിന്ന് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 20 മുതൽ വരുന്ന 58 വരെയുള്ള വാക്യങ്ങളിലും പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. എന്നിട്ടാണ് ലാസ്റ്റ് പൗലോസ് ചോദിച്ച, ഹേ ഡെത്ത്, where is your victory? ഹേ മരണമേ നിന്റെ ജയം എവിടെ? അന്നത്തെ കാലം വരെയും മരണത്തിന്റെ മരണമെന്ന ആ സത്യാവസ്ഥയെ ജയമെടുക്കുവാൻ കഴിയാതെ വണ്ണം മാനവജാതി മരണത്തിന് കീഴ്പ്പെട്ടുപോയി. ഒരു വ്യക്തമായ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഒരു ദിവസം ഓർപ്പിച്ചതാണ്, എങ്കിലും പറയാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം ആദമിനോട് പറഞ്ഞു, നന്മ തിന്നുന്നവരുടെ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ നീ മരിക്കും. അവരാ വൃക്ഷത്തിന്റെ ഫലം സാത്താൻ, പിശാച് പാമ്പിന്റെ രൂപത്തിൽ തോട്ടത്തിൽ ഇറങ്ങി വന്ന് ഹവ്വായിക്ക് പഴം പറിച്ചു കൊടുക്കുമ്പോ ഹവ്വ പറഞ്ഞായിരുന്നു, ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നുന്ന നാളിൽ ഞങ്ങൾ മരിക്കും എന്നാണ് ദൈവം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഉടനെ സാത്താൻ പറഞ്ഞു, നോ, when you eat of this fruit, your eyes shall be opened and you shall be like God. ശ്രദ്ധിക്കണേ, മരണത്തിന്റെ അധികാരി ഇറങ്ങി വന്നിട്ട് ഹവ്വായോട് പറയുകയാണ്, ദൈവം പറഞ്ഞു ഇത് തിന്നുന്ന നാളെ നിങ്ങൾ മരിച്ചു പോകും. അപ്പോ മരണത്തിന്റെ അധികാരിയായ സാത്താൻ അവനോട് വന്നിട്ട് ആദമനോട് ഹവ്വയോട് പറയുന്നു, ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കത്തില്ല, ബട്ട് യുവർ ഐസ് ഷാൽ ബി ഓപ്പൺ ആൻഡ് യു ഷാൽ ബി ലൈക്ക് ഗോഡ്. നിങ്ങൾ ദൈവത്തെ പോലെയാകും, നന്മ തിന്മകളെ കുറിച്ച് അറിയുവാൻ നിങ്ങൾക്ക് കഴിയും. അപ്പൊ മനസ്സിലാക്കണേ, അന്ന് മുതൽ മരണം ലോകത്തിൽ നിറഞ്ഞു നിന്നിരുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഭാഗത്ത് ഇങ്ങനെയാണ് പറയുന്നത്, ഏക മനുഷ്യന്റെ പാപത്താൽ സകല മനുഷ്യരും മരണത്തിന് അടിമയായി. ഏക മനുഷ്യനായ ആദാം പാപം ചെയ്ത നിമിത്തം സകല മാനവജാതിയും പാപത്തിനുള്ളിൽ നിറഞ്ഞു നിന്നു. ഈ മരണത്തിന്റെ അധികാരത്തിൽ നിന്ന് ഏക മനുഷ്യന്റെ പിൻതലമുറക്കാരായ വരെ ക്രിസ്തു യേശുവിന്റെ മരണത്താൽ നീക്കേണ്ടതിനു വേണ്ടി ദൈവപുത്രൻ ലോകത്തിൽ ഇറങ്ങി വരുവാനിടയായി. അതിനാണ് പൗലോസ് എടുത്ത് പറഞ്ഞത്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ, എന്നാൽ ദൈവത്തിന്റെ കൃപാവരമോ ക്രിസ്തു യേശുവിൽ നിത്യജീവൻ തന്നെ. മനുഷ്യനെന്നേക്കും ജീവിച്ചിരിക്കണമെന്നായിരുന്നു ദൈവത്തിന്റെ തിരുഹൃദയത്തിലെ ആഗ്രഹം. പക്ഷേ അതിനെ സാത്താൻ സമ്മതിച്ചില്ല. സാത്താൻ മനുഷ്യനെ പാപനിമിത്തം മരണത്തിലേക്ക് തള്ളിയിട്ടു. ഇല്ലായിരുന്നെങ്കിൽ
ആദമും ഹവ്വയ്ക്ക് മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടാകത്തുള്ളായിരുന്നു. 1000 വർഷം വരെ ജീവിച്ചിരുന്ന ആദാമിന്റെ തലമുറകളുണ്ട്. മെഥൂശലേഹ് എന്ന് പറഞ്ഞ മനുഷ്യൻ 965 വർഷക്കാലം ജീവിച്ചിരുന്നു. ആദാമിന് 900 ആണ്ടോളം വർഷം, 1000 വർഷത്തോളം ആയുസ്സുണ്ടായിരുന്നു അവർക്കൊക്കെ. എന്നാൽ അബ്രഹാമിന്റെ കാലമായപ്പോഴേക്കും അത് കുറഞ്ഞു. തലമുറകൾ കുറഞ്ഞു കഴിഞ്ഞ് മോശ പാടിയപ്പോ പറയുക, ഏറിയ 70 സംവത്സരം അല്ലെങ്കിൽ 80. അതിന്റെ പ്രതാപമോ ദുഃഖവും കഷ്ടവും അത്രേ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഭൂമി വിട്ടു പോകും. അപ്പൊ ചിന്തിക്കണേ, മരണമെന്ന ഒരു വസ്തുത ദൈവത്തിന്റെ തിരുഹൃദയത്തിലായിരുന്നു. ആദവും ഹവ്വയും പാപം ചെയ്ത് മരണത്തിലേക്ക് അവർ വീണപ്പെട്ടുപോയി. ആ മരണത്തിലേക്ക് വീണുപോയ മാനവജാതിയെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയാണ് സ്വന്തം പുത്രനെ പിതാവായ ദൈവം കാൽവരിയുടെ കുരിശുമരത്തിൽ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്തത്. എത്ര പേർക്ക് മനസ്സിലാകുന്നു എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ. പാപം ചെയ്ത ആദാമിന്റെ പാപം നിമിത്തം മരണത്തിന് കീഴ്പ്പെട്ടുപോയ ആദാമിന്റെ തലമുറയെ നമ്മള് റോമാലേഖനം 5:12 വാക്യം, ഞാൻ 12 മുതൽ 1-2 വാക്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 12 to some verses I am reading. മലയാളത്തിൽ വായിക്കും, അതിനുശേഷമായിട്ട് ഇംഗ്ലീഷിലും വേണമെങ്കിൽ വായിച്ചു തരാം. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ എന്നാൽ ലംഘനത്തിന്റെ 12-ാം വാക്യം ആദ്യം വായിക്കുന്നു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. ഞാനത് ഇംഗ്ലീഷിൽ കൂടെ വായിച്ചു കേൾപ്പിക്കാം. റോമൻസ് ചാപ്റ്റർ 5-ാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വായിച്ചു കേൾപ്പിക്കാം. റോമൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 12 to ചില വാക്യങ്ങൾ കൂടെ. Wherefore, as by one man sin entered into the world, and death by sin, and so death passed upon all men, for that all have sinned. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. എന്നുവെച്ച് പിന്നീട് അതിന്റെ 17-ാം വാക്യം 15-ാം വാക്യം ഏകന്റെ ലംഘനത്തിന് 16-ാം വാക്യം ഏകൻ പാപം ചെയ്തതിന്റെ ഫലവും ദാനത്തിന്റെ കാര്യം ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാവിധി കൽപ്പിപ്പാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഇതായി. ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ, ശ്രദ്ധിക്കുക, ഏകനായ ആദാം ചെയ്ത പാപം നിമിത്തം മരണം ഏകന്റെ ലംഘനത്താൽ ഭൂമിയിൽ ആദമിന് ശേഷവും യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിന് ശേഷവും ഇനി ജനിക്കാൻ പോകുന്ന സകല മാനവജാതിയുടെയും പാപം ഏകനായ ആദാം നിമിത്തം ഭൂമിയിലേക്ക് പ്രവേശിച്ചു. അപ്പോ യേശു കർത്താവ് പറയുകയാണ്, ഏകന്റെ മരണം, പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഏകന്റെ പാപം, ആ പാപം നിമിത്തം മരണം ലോകത്തിലേക്ക് എന്ററായി. ബൈ വൺ മാൻ sinned and death entered into the world. ഇതാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. By one man sinned and death entered into the world. ഒരുവൻ പാപം ചെയ്തുള്ളൂ, ആദം. ആ പാപത്തിന്റെ ഫലം സകല മാനവജാതിയും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ആ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് കാൽവരിയുടെ കൊലമരത്തിൽ 2024 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവായ യേശു മിശിഹ പാപയാഗമായി അർപ്പിക്കപ്പെട്ടത്. യെശയ്യാ 53 പറയുന്നു, അവൻ നമ്മുടെ അകൃത്യങ്ങളൊക്കെയും വഹിച്ചു,
നമ്മുടെ പാപങ്ങളെ അവൻ ചുമന്നു. അവൻ ഒരു അകൃത്യയാഗമാകേണ്ടതിന് പിതാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോ മാനവജാതിയുടെ പാപം പാപയാഗമായി തീർന്നുകൊണ്ട് യേശു കർത്താവ് നമുക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. യേശു പറയുന്നു, ഐ വാസ് ഡെഡ്, ഐ ഡൈഡ് ആൻഡ് നൗ ലീവ്സ് എവർ മോർ. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇപ്പോൾ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. എന്നുവെച്ചാണ് പറഞ്ഞത്, ഐ ഹോൾഡ് the keys of hell and of death. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. എന്നുവെച്ച് യോഹന്നാനോട് പറഞ്ഞു, ഐ എം സോറി, ഐ എം നോട്ട് ഏബിൾ ടു ഫിനിഷ് ദീസ് വേർഡ്സസ്. ഇഫ് ഗോഡ് അലൗസ്, നെക്സ്റ്റ് മൺഡേ വി വിൽ ഫിനിഷ് ചാപ്റ്റർ 1. യേശു പറയുകയാണ്, ഐ ഡൈഡ്, ഞാൻ മരിച്ചവനായിരുന്നു, ആൻഡ് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. ഐ ഹോൾഡ് ദ കീസ് ഓഫ് ഹെൽ ആൻഡ് ഓഫ് ഡെത്ത്. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കയ്യിലുണ്ട്. ആ മരണത്തോടാണ് പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്നത്, ഹേ മരണമേ, where is your victory? Oh death, where is your victory? മരണമേ, നിന്റെ ജയം എവിടെ? പാതാളമേ, നിന്റെ ജയം എവിടെ? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ കൈവശമുള്ള യേശു കർത്താവ് മരണത്തിന് മേൽ അധികാരിയായിരുന്ന സാത്താനെ തന്റെ മരണത്തിൽ തോൽപ്പിച്ചു. അപ്പോ ഞാൻ 2-3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ദ കീസ് ഓഫ് ഹെൽ ആൻഡ് ഡെത്ത്. അവിടെ ഒരെണ്ണം കൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇഫ് ഗോഡ് അലൗസ്, വെൻ വി മീറ്റ് ഓൺ മൺഡേ, വി വിൽ ഡിസ്കസ് അബൌട്ട് ദ കീസ് ഓഫ് kingdom of heaven. Okay, 1, keys of the kingdom of heaven. Second, the keys of the bottomless pit. Then the keys of hell. ഇങ്ങനെ 4-5 വിധത്തിലുള്ള കീസിനെ കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് കർത്താവ് അനുവദിച്ചാൽ നമുക്ക് നെക്സ്റ്റ് ലൈവിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഐ ആം അപ്രീഷിയേറ്റഡ് ഫോർ യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക്. And you can subscribe my YouTube channel, Sunny K. Thomas, at Sunny K. Thomas 5641. All the live program is uploading in the YouTube also. You can watch in the YouTube. So you can subscribe, please watch YouTube and give the feedbacks. And you subscribe my channel. My channel is www.youtube at Sunny K. Thomas 5641. This is the YouTube channel. Thank you for watching me. This is Pastor Sunny K. Thomas signing off, and we will pray together. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഇന്ന് പകൽക്കാലം രാത്രികാലം ദൈവവചനം കേട്ട എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വളരെ ആത്മാർത്ഥതയോടെ ദൈവവചനം കേൾക്കുവാൻ ലൈവിലുണ്ടായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവേ, let Almighty God give you all the blessings. Thank you, thank you, thank you. May God bless you all. Amen, amen, amen.